പ്രോഡക്റ്റ് റൂളും ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂളും ഇത് രണ്ടും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇഫ് y ഈസ് ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5 ദെൻ ഫൈൻഡ് dy/dx. എങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ y കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5 ആണ്. രണ്ട് ഫംഗ്ഷനുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂള് ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ dy/dx ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് ഓഫ് എക്സ് ക്യൂബ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy/dx ഓഫ് സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dy/dx ഓഫ് കോസ് ഓഫ് എക്സ് ക്യൂബ്. ഇനി നമുക്ക് കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5 ആണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് റേസ് ടു 5നെ മനസ്സിൽ വി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സൈൻ സ്ക്വയർ വി ആയി. സൈൻ സ്ക്വയർ വി എന്ന് വെച്ചാൽ സൈൻ വി ദ ഹോൾ സ്ക്വയർ ആണ്. ആ സൈൻ വിയെ യു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് യു സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ യു സ്ക്വയർ ആണ്. പിന്നെ യുവിന് പകരം സൈൻ ഓഫ് എക്സ് റേസ് ടു 5 ആണ്. ആ എക്സ് റേസ് ടു 5 വി ആണ്. അപ്പോൾ സൈൻ വി ആണ്. വിക്ക് പകരം എക്സ് റേസ് ടു 5. അപ്പോൾ ബിക്ക് പകരം എക്സ് റേസ് ടു 5, യുവിന് പകരം സൈൻ വി, പിന്നെ അതുപോലെ തന്നെ യു സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ യു സ്ക്വയർ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു n-1. അത് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് ആണ്. അതനുസരിച്ച് യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു യു റേസ് ടു 2-1 ദറ്റ് ഈസ് 2u. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു യുവിൻ്റെ സ്ഥാനത്ത് സൈൻ സ്ക്വയർ, യുവിൻ്റെ സ്ഥാനത്ത് സൈൻ വി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ യു സ്ക്വയറിന് പകരം ആദ്യം 2u, യുവിന് പകരം സൈൻ ഓഫ് എക്സ് റേസ് ടു 5. അപ്പോൾ 2 സൈൻ ഓഫ് എക്സ് റേസ് ടു 5 ആയി. ഇനി ഈ സൈൻ ഓഫ് എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ്, സൈൻ ഓഫ് എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ്, സൈൻ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് എക്സ് ആണ് സൈൻ എക്സിൻ്റെത്. അപ്പോൾ സൈൻ ഓഫ് എക്സ് റേസ് ടു 5 എഴുത്, കോസ് ഓഫ് എക്സ് റേസ് ടു 5. ഇനി ആ എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് 5 ഇൻറ്റു എക്സ് റേസ് ടു 4. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അനുസരിച്ച് ഇതിനെ ഡെറിവേറ്റീവ് പിടിച്ചു. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ കോസ് ഓഫ് എക്സ് ക്യൂബിനെ ആദ്യം ഇത് കോസ് യു എന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ യു ആണ്. അപ്പോൾ കോസ് ഓഫ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എക്സ് ക്യൂബ് ആണ്. അതിനുശേഷം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, എക്സ് റേസ് ടു n ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n-1. അപ്പോൾ എക്സ് ക്യൂബിൻ്റെത് 3 ഇൻറ്റു എക്സ് റേസ് ടു 3-1 ദാറ്റ് ഈസ് 3x സ്ക്വയർ. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഇവിടെ ഒരു 5 ഉണ്ട്, 5x റേസ് ടു 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു കോസ് ഓഫ് എക്സ് ക്യൂബ് ഉണ്ട്. ഇനി അടുത്ത 2 സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 5 ആണ്. ഈ എക്സ് റേസ് ടു 5നെ മനസ്സിൽ യു എന്ന് വിചാരിച്ചാൽ 2 സൈൻ യു കോസ് യു. 2 സൈൻ യു കോസ് യു എന്ന് പറയുന്നത് സൈൻ 2uവിൻ്റെ റിസൾട്ടാണ്. സൈൻ 2x പഠിച്ചിട്ടുണ്ട്. 2 സൈൻ എക്സ് കോസ് എക്സ്, സൈൻ 2xനെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x ആണെങ്കിൽ 2 സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത് സൈൻ 2x റേസ് ടു 5 ആണ്. അപ്പോൾ ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു 5 സൈൻ 2u എന്നാണ് വരേണ്ടത്. അപ്പോൾ സൈൻ 2 ഇൻറ്റു യുവിന് വരെ എക്സ് റേസ് ടു 5 സൈൻ 2x റേസ് ടു 5 മൈനസ് 3x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ ഇൻറ്റു മൈനസ് വന്നത് ദാണ്ട് ഇവിടുത്തെ ചിഹ്നം ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യണം. മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5. ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. 5x റേസ് ടു 4 ഇൻറ്റു സൈൻ 2x റേസ് ടു 5 ഇൻറ്റു കോസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 5.